നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ഈശ്വരനെ ആശ്രയിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് ദുഃഖമുണ്ടാകുന്നു എന്ന് പലരും സംശയിക്കാറുണ്ട്. ഭക്തന്റെ ആഗ്രഹങ്ങളെല്ലാം എന്തുകൊണ്ട് ഈശ്വരൻ സാധിച്ചു കൊടുക്കുന്നില്ല എന്നാണ് അവരുടെ ചോദ്യം. 99% പേരും ക്ഷേത്രത്തിൽ പോകുന്നതും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതും എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനായിരിക്കും. അവരുടെ മനസ്സ് വാസ്തവത്തിൽ ഈശ്വരനോടല്ല ബന്ധിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലുണ്ടാകും, അത് സാധിക്കാൻ ഈശ്വരനെ ആശ്രയിക്കുകയാണ്. ഇത് ശരിയായ ഈശ്വരഭക്തിയാണെന്ന് പറയാനാകില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ സ്വാർത്ഥതയിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. പലപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറേയില്ല. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടന്നാലുള്ള സ്ഥിതി അപകടകരമാണ്. ശവപ്പെട്ടി കച്ചവടക്കാരൻ കൂടുതൽ ശവപ്പെട്ടി വിൽക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറ്റെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഈശ്വര എനിക്ക് ദീർഘായുസ് തരണേ എന്നും അല്ലെങ്കിൽ നല്ല ആരോഗ്യം തരണേ എന്നുമാണ്. ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായ കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളെല്ലാം സഫലമായാൽ പ്രകൃതിയുടെ താളലയം തന്നെ നഷ്ടമാകും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. ഭഗവദ്ഗീത കിഞ്ചിദധീത ഗംഗാജല ലവകണികാ പീത. ഭഗവദ്ഗീത കിഞ്ചിദധീത ഗംഗാജല ലവകണികാ പീത. സകൃദപി യേന മുരാരി സമർച്ച സകൃദപി യേന മുരാരി സമർച്ച. തസ്യ യമ കിം കുരുതേ ചർച്ച തസ്യ യമ കിം കുരുതേ ചർച്ച. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സന്ധ്യാദീപം. ഇനി ശങ്കര സ്തോത്രാമൃതം. ആരാണോ ഒരല്പമെങ്കിലും ഭഗവത്ഗീത അധ്യയനം ചെയ്തിട്ടുള്ളത്, ആരാണോ ഒരു കണികയെങ്കിലും ഗംഗാജലം കുടിച്ചിട്ടുള്ളത്, ആരാലാണോ ഒരിക്കലെങ്കിലും വിഷ്ണുവിനെ പൂജിക്കപ്പെട്ടിട്ടുള്ളത്, അങ്ങനെയുള്ളവരെ യമനൊന്നും ചെയ്യാനാകില്ലെന്നാണ് മോഹമുദ്ഗരം അഥവാ ഭജഗോവിന്ദത്തിലെ 6-ാം ശ്ലോകം പറയുന്നത്. ശരിയായ ഭക്തിഭാവത്തോടെ ശാസ്ത്ര പഠനം,
തീർത്ഥസേവ, ദേവപൂജ എന്നിവ ചെയ്യുവാൻ ശിഷ്യനെ പ്രേരിപ്പിക്കുന്ന ഈ ശ്ലോകത്തെ സ്വാമി ചിദാനന്ദപുരി ശങ്കര സ്തോത്രാമൃതത്തിലൂടെ വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ഭജഗോവിന്ദം എന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ രണ്ടാം ഭാഗം ചതുർദശ മഞ്ജരിക അഥവാ ചർപ്പട മഞ്ജരിക എന്ന പേരുള്ള രണ്ടാം ഭാഗം, അതിൽ 5 ശ്ലോകങ്ങളാണ് നമ്മൾ പൂർത്തിയാക്കിയത്. അതിലോരോ ശ്ലോകവും വിചാരജനകങ്ങളാണ്. 6-ാം ശ്ലോകം ഭഗവദ്ഗീത കിഞ്ചിദധീത ഗംഗാജലലവകണികാപീത സകൃതപിയേന മുരാരി സമർച്ച തസ്യ യമഃ കിം കുരുതേ ചർച്ച. ഭഗവദ്ഗീത കിഞ്ചിത് അധീത യേന, യാതൊരാളാൽ ഭഗവദ്ഗീത അല്പം അധ്യയനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ. ഗംഗാജലലവകണികാപീത യേന, യാതൊരാളാൽ ഗംഗാജല ലവകണിക, ലവലേശം ഒരു കണിക ഗംഗാജലം കുടിക്കപ്പെട്ടിട്ടുണ്ടോ, പീത കുടിക്കപ്പെട്ടിട്ടുണ്ടോ. യേന, യാതൊരാളാൽ സകൃതപി, ഒരിക്കലെങ്കിലും മുരാരി ഭഗവാൻ നാരായണൻ മഹാവിഷ്ണു സമർച്ച, സമ്യക് അർച്ചിക്കപ്പെട്ടിട്ടുണ്ടോ. തസ്യ, അവനെ സംബന്ധിച്ച് യമഹ, യമൻ കിം ചർച്ച കുരുതേ, എന്ത് ചർച്ച ചെയ്യും എന്ന് ചോദിച്ചാൽ ചർച്ച ചെയ്യില്ല എന്നർത്ഥം. അയാൾ യമൻ്റെ പിടുത്തത്തിനല്ല, ചർച്ചയ്ക്ക് പോലും അപ്പുറത്തെത്തുന്നു. അവൻ മരണാതീതനാകുന്നു എന്നർത്ഥം. ഇവിടെ നമുക്ക് സംശയം വരാം. ആത്മൈക്യബോധേന വിനാവിമുക്തിർ ന സിദ്ധ്യതി ബ്രഹ്മശതാന്തരേഭി എന്നുള്ളതാണല്ലോ വേദാന്തശാസ്ത്രം ഉപദേശിക്കുന്നത്. ആത്മബ്രഹ്മൈക്യജ്ഞാനം മാത്രമാണ് മോക്ഷഹേതു. ആത്മബ്രഹ്മൈക്യജ്ഞാനമില്ലേ 100 കോടി ജന്മങ്ങൾ കഴിഞ്ഞാലും മോക്ഷമില്ല. അപ്പോൾ തൻ്റെ അപരിമിതമായ അല്ലെങ്കിൽ തൻ്റെ പരിപൂർണമായിരിക്കുന്ന ബ്രഹ്മാത്മഭാവം സാക്ഷാത്കരിക്കുക മാത്രമാണ് മോക്ഷത്തിനുള്ള ഏകമായ ഉപായം. ഇതാണ് വേദാന്തം ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ ഇവിടെയാകട്ടെ ഭഗവത്ഗീത അല്പമെങ്കിലും പഠിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ജലത്തിൻ്റെ ഒരു കണികയെങ്കിലും കുടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരിക്കലെങ്കിലും മുരാരി സമർച്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ മുക്തനാകുന്നു എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ ശാസ്ത്രദൃഷ്ടിയിൽ ശരിയാവും? മറുപടി, സാധനാമാർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് തന്നെ ഒരു സിദ്ധിയാണ്. സാധനാമാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ മഹിമയും രസവും അഥവാ അതിൻ്റെ രുചിയും മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധകൻ അനുക്രമമായി മുന്നോട്ട് പോകും. അയാളെ സംബന്ധിച്ച് മറ്റെല്ലാം അപ്രസക്തമായി തീരും. അതുകൊണ്ട് സാധനയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള പ്രേരണ നൽകുക, അങ്ങനെ പ്രേരകമാകുന്ന ഒരു ഉപദേശമായിട്ട് ഈ ശ്ലോകത്തെ എടുക്കാൻ പറ്റൂ. അല്ലാതെ ഈ ശ്ലോകത്തിന് പാരമാർത്ഥികമായ അർത്ഥം എടുക്കാൻ പറ്റില്ല. സാധനയിലേക്ക് സാധകനെ പ്രചോദിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ആ ഒരു ഭാവമേ ഇതിന് കാണാൻ പറ്റൂ. അപ്പോൾ ആദ്യം പറയുന്നത് ഭഗവത്ഗീത കിഞ്ചിദധീത, ഭഗവത്ഗീത അല്പമെങ്കിലും പഠിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ. സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതമാണ് ഭഗവത്ഗീത. ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ, ശ്രീമദാദി ശങ്കരാചാര്യ ഭഗവത്പാദങ്ങൾ തന്നെ തൻ്റെ ഗീതാഭാഷ്യത്തിൻ്റെ ആരംഭത്തിൽ ഗീതയുടെ മഹത്വം പറയുന്ന വാക്യമാണ്. ഈ ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥങ്ങളുടെയും സാരസംഗ്രഹഭൂതമാണ്. സമസ്ത വേദങ്ങളിലും എന്തെന്തർത്ഥങ്ങൾ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടോ അവയുടെ മുഴുവൻ സാരത്തെ ഒന്നുകൂടി സംഗ്രഹിച്ചാൽ എന്തോ അതാണ് ഗീതാശാസ്ത്രം. അപ്പോൾ വേദസാരമാണ് ഗീത. അതിലെ ഒരു വാക്യമെങ്കിലും പഠിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശ്രേഷ്ഠമാണ്. ഒരു വാക്യം, ഗീതയിലെ 700 ശ്ലോകങ്ങൾ പഠിച്ചില്ലേ? ഒരു ശ്ലോകമെങ്കിലും, ഒരു വാക്യമെങ്കിലും, ഒരല്പമെങ്കിലും, അതെല്ലാം സൂക്ഷ്മമായ വേദ തത്വത്തിലേക്ക് അല്ലെങ്കിൽ വേദാന്ത ദർശനത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നതാണ്, ആകർഷിക്കുന്നതാണ്. അതുകൊണ്ട് ഭക്തിപൂർവം ഒരല്പമെങ്കിലും ഗീത പഠിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അയാളെക്കുറിച്ച് യമൻ ചർച്ച ചെയ്യില്ല എന്ന് പറയുന്നത് ഗീത അല്പം പഠിച്ചാൽ മതി എന്ന് കാണിക്കാനല്ല. അത് കൈമുതിക ന്യായം. അതായത് അല്പമെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവനെ യമൻ ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മുഴുവൻ പഠിച്ചയാളെ സംബന്ധിച്ച് പറയേണ്ടതുണ്ടോ എന്നുള്ള അർത്ഥമാണ് അവിടെ. അപ്പോൾ ഒരല്പം പഠിച്ച് നിർത്താനുള്ള വാക്യമല്ലിത്, മറിച്ച് ഗീതാ പഠനത്തിലേക്ക് പ്രേരണ നൽകുന്ന വാക്യമാണ്. അതുപോലെ ഗംഗാജലലവ കണികാപീത, ഗംഗാജലം അങ്ങേയറ്റം പരിശുദ്ധമായിരിക്കുന്ന ദേവലോകഗാമിനിയായ ഭഗീരഥൻ്റെ തപസ്സിൻ്റെ പൂർണ്ണതയാൽ സർവ്വലോകത്തെയും അനുഗ്രഹിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് പതിച്ച, ഇപ്പോൾ വിഷ്ണുപാദതീർത്ഥമായ ശിവൻ്റെ ജടയിൽ നിന്ന് അല്പാൽപമായി പുറത്തേക്ക് പ്രവഹിക്കുന്നതായ ഗംഗ വിഷ്ണുതീർത്ഥമാണ്, ശിവതീർത്ഥമാണ്. സർവ്വലോകത്തെയും പവിത്രീകരിക്കുന്നതാണ് ഗംഗ. സനാതന ധർമ്മ അവലംബികളെ സംബന്ധിച്ച് ഗായത്രി, ഗീത, ഗംഗ, ഗോവ്, ഈ ഗകാരത്തിൽ ആരംഭിക്കുന്ന ദേവതാഭാവങ്ങളൊക്കെ അത്യന്തം പൂജ്യങ്ങളാണ്. ഗായത്രി ദേവി നിത്യാരാധന ചെയ്യുന്നു നാം. ഗംഗയെ നമ്മൾ അമ്മയായിട്ടാണ് കാണുന്നത്. ഗംഗയുടെ സമീപത്തിലുള്ള മഹാഭാഗ്യവാന്മാർ ഗംഗാജലം കുടിച്ചും ഗംഗയിൽ കുളിച്ചും ആനന്ദിക്കുന്നു. എന്നാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള സനാതനധർമ്മികൾ ഗംഗാസ്നാനം തന്നെയാണ് ചെയ്യുന്നത്, അഥവാ ചെയ്യേണ്ടത്. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് താൻ കുളിക്കുന്ന, താൻ വ്യവഹരിക്കുന്ന ജലത്തിലെല്ലാം ഗംഗയെ ആവാഹനം ചെയ്യുന്നുണ്ട്. ആ ഗംഗാജലത്തിൻ്റെ ഒരു കണികയെങ്കിലും കുടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ മരണത്തെ അതിക്രമിക്കും എന്നാണ്. തുടർന്ന് നമുക്ക് ഈ ശ്ലോകം അടുത്ത പ്രാവശ്യം വിചാരം ചെയ്യാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. കുളങ്ങരയിലെ പരമാത്മികേ എൻ്റെ പ്രാർത്ഥന കേട്ടുണരൂ. പടിഞ്ഞാറെ നടയിലെ പടിവാതിലിൽ പതിവായി മനം നൊന്തു ഞാൻ തൊഴുതു നിൽപ്പു. ദേവി പന്തീരടി പൂജ തൊഴുതു നിൽപ്പു. ദേവി വിശ്വജനനി ജയ വിശ്വമായി വിശ്വരൂപേ. അമ്മേ അന്നപൂർണേ ജയ അംബികേ ആനന്ദമേകൂ. അടിയന്റെ അകതാരിൽ അണയാതെ എരിയുന്ന അമൃതാകുമറിവിന്റെ നിറദീപമാണു നീ ദേവി. അന്നപൂർണേ ജയ അംബികേ ആനന്ദ